ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു MinuzWorld. എല്ലാവർക്കും ഒരിക്കൽ കൂടി MinuzWorldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിങ് ഫിഷ് ബിരിയാണിയുമായിട്ടാണ്. ഇത് നമുക്ക് കിങ് ഫിഷ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി വീഡിയോ ആണ് ഓൾറെഡി. അപ്പോൾ മാക്സിമം ഒന്ന് ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നല്ല ദശ കട്ടിയുള്ള കിങ് ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് മസാല കൂട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഈ കിങ് ഫിഷ് കിട്ടിയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിഷ് വെച്ചിട്ടാണോ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് മസാല കൂട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കണം മാരിനേഷന് വേണ്ടിയിട്ട്. എന്നാലാണ് ആ മസാലയൊക്കെ മീനിലോട്ട് പിടിക്കത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം. മസാല ഇങ്ങനെ ഓരോ മീനുമായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ അത് ഓരോന്നിനും സെപ്പറേറ്റ് തന്നെ ചെയ്യണം. എന്നാലേ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് കിങ് ഫിഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ മീനൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഒരു പീസ് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഒരു പീസ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കരുത്. കാരണം ഈ മീനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം മതി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. ഇതിപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് പതുക്കെ തന്നെ മറിച്ചിടാനും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പൊട്ടിപ്പോവും. കാരണം ഇതൊക്കെ നല്ലൊരു ടേസ്റ്റി ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മീനുകളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഒരു ഷാലോ ഫ്രൈ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മളുടെ നെയ്മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ നെയ്മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ റൈസ് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അല്ലാതെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതന്നെ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാള, ഒരു ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി, അതിങ്ങനെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എനിക്കിങ്ങനെ ക്യാരറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് എടുക്കണം നമ്മളിങ്ങനെ വറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇതായപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം പച്ചമുളകുമാണ്. അങ്ങനെ ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമ്മുടെ അരി കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊണ്ട് ചേർത്ത് നോക്കും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അതിപ്പോൾ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫസ്റ്റിൽ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കേശുവൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അതൊക്കെ നെയ്യിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് തന്നെ ആയിരിക്കും. എൻ്റെ മോനൊക്കെ ഇവിടുന്ന് ചോറിന് ഇപ്പോൾ ഏത് ചോറാണെങ്കിലും അതൊന്നും ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് അവനൊക്കെ. അവൻ്റെ ഫേവറേറ്റ് നട്ട്സാണ് അത്, കേശു. അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ആ നെയ്യിലോട്ട് തന്നെയാണ് നമ്മൾ സവാളയും ഇട്ടിട്ടും വഴറ്റിയെടുക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്കും ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് ക്യാരറ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഞാനൊരു വേറൊരു ഐറ്റംസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കറിവേപ്പില. അതും കൂടെ ചെയ്തിട്ട് അതൊന്ന് റൈസിലൊന്ന് യൂസ് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ നെയ്യിൽ കിടന്നിട്ടുള്ള ഈ ക്യാരറ്റ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിവേപ്പില എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഇതിലും ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് തന്നെ ഈ കറിവേപ്പിലയും ക്യാരറ്റും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നതാണ്. അത് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്കത് വ്യത്യാസം വരും. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയും ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം പാകത്തിനെ മൂപ്പിച്ചെടുത്തിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ ഈ ചൂടോടെ വാങ്ങി വെക്കുമ്പോൾ തന്നെ പിന്നെ ഇരുന്നിട്ട് ഇത് കുറച്ച് ബ്രൗൺ കളർ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവാളയായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതവിടെ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ റൈസ് ഒന്ന് നോക്കാം. കണ്ടോ, റൈസൊക്കെ നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ട പച്ചമുളകാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ കൂട്ടാട്ടോ. ഞാൻ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചത്. അല്ലെങ്കിൽ സാധാരണ വീട്ടിലൊക്കെ വലിയവർക്കൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാറുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് അത്യാവശ്യം വെളുപ്പിലെ തക്കാളി ആയിരുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കണം. ഈ നെയ്യിൽ കിടന്നിട്ട് തന്നെയാണ്. ഞാൻ എക്സ്ട്രാ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ മസാലപ്പൊടികളാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂണോളം ബിരിയാണി മസാല. മീനിൻ്റെ ഒന്നുമല്ല, സാധാരണ ഒരു ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് ആവശ്യം നല്ല എരിവ് വേണമെങ്കിൽ, നല്ല സ്പൈസ് വേണമെങ്കിൽ കൂട്ടാം. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 നാരങ്ങയുടെ നീരാണ്. പിന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും.
നാരങ്ങാനീര് ഒഴിച്ചു കഴിഞ്ഞാൽ വിനാഗിരിയുടെ ആവശ്യമില്ല. പക്ഷെ എനിക്കതൊരു ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂണോളം തൈരാണ്. ഇതിപ്പോൾ നല്ല കട്ട തൈരാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തൈരും നാരങ്ങാനീര് വിനാഗിരിയൊക്കെ നല്ലോണം മിക്സായി വരുന്നവരെ. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഫ്ലേവേഴ്സ് ഐറ്റംസ് ആയ മല്ലിച്ചെപ്പ്, പുതിനയില, കറിവേപ്പില. ഇതൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ നമ്മൾ ഒരു കൈയിന് നമ്മുടെ കൈ അളവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫിഷ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ മീനൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഈ ഒരു മസാലക്കൊക്കെ നല്ലൊരു ഫ്ലേവർ, ഈ ഒരു നെയ്മീൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ നമ്മൾ ഏത് ഫിഷാണ് ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് നല്ല ഉപ്പ് വേണമായിരിക്കും. ഞാൻ പൊതുവേ കുറച്ച് ഉപ്പ് കൂട്ടുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം എനിക്ക് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മളുടെ അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കാരണം നമ്മൾ ഫിഷൊക്കെ ഇപ്പോൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ ഒരു പീസ്. അതൊന്നൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതൊക്കെ കണ്ടോ, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു പീസ് എടുത്തിട്ട്. അത് പിന്നെ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മളുടെ പൊരിച്ച് വെച്ചിട്ടുള്ള മീനാണ്. ഇതിതാ ഓരോ പീസ് വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. ആ സമയത്ത് പതുക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇത് കണ്ടോ, ഇങ്ങനെ മസാലകളൊക്കെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടും അതുപോലെ തന്നെ മസാലകളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കോരി കോരി വെച്ചിട്ട് ആ മീൻ കാണാത്ത വിധത്തിൽ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഇതാ കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കണം. ഇനിയാണ് നമ്മളുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് വഴനില അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ വെക്കാം. പക്ഷെ ഞാനത് വെച്ചിട്ടില്ല. ഞാൻ ആ മീനിൻ്റെ നമ്മുടെ മസാലയൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി നമുക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക്, ഞാനിപ്പോൾ ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ അരിയിലേക്ക് നമ്മൾ അധികം ഒന്നും നെയ്യ് ഒഴിച്ചിട്ടില്ല, 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ആരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. മല്ലിയില ഇടുന്നത്, ക്യാരറ്റ് ഇടുന്നത്, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്കതൊരു ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മളുടെ ബിരിയാണി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പറഞ്ഞാൽ നല്ല വേവ് വന്നിട്ടില്ല, ഒരു ഹാഫ് വേവിലാണ് ഇതുള്ളത്. ഇത് കണ്ടോ, ഇനി ബാക്കിയുള്ള നമ്മുടെ മുന്തിരി കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുന്തിരി മാത്രമല്ല, മുന്തിരി, കാഷ്യൂ, ക്യാരറ്റ്, കറിവേപ്പില എല്ലാം ഇതുപോലെ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടില്ല നമ്മളെ ബിരിയാണി, കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതുപോലെ തന്നെയാണ് കേട്ടോ അതിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും ചിക്കനെക്കാട്ടിലും ഒക്കെ ഇഷ്ടം ഇവിടെ ഫിഷ് ബിരിയാണി തന്നെ. നമുക്ക് ഒന്നെങ്കിൽ ചെമ്മീൻ ബിരിയാണി, അല്ലെങ്കിൽ ഇതുപോലെ ഫിഷ് വെച്ചിട്ട്, അല്ലെങ്കിൽ കിങ് ഫിഷോ അല്ലെങ്കിൽ ആവോലിയോ, അങ്ങനെ ഏതെങ്കിലും ഫിഷ് വെച്ചിട്ട് ചെയ്യുന്ന ബിരിയാണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട്, ഞാനിപ്പോൾ അത്യാവശ്യം നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിൽ ഒരു പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമുക്കിങ്ങനെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതി. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ ഇങ്ങനെ നല്ലോണം വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടപ്പ് വെച്ചിട്ട്
വെക്കുന്നത്. കണ്ടില്ല, ദാ ഇതുപോലെ ഒട്ടും ആവി പുറത്ത് പോകാത്ത വിധത്തിൽ വേണം നമ്മളിത് കവർ ചെയ്ത് വെക്കാൻ. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ബിരിയാണീൻ്റെ കണ്ടോ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അയ്യവാ, എന്താ സ്മെല്ലെന്നറിയോ, ഒന്നും പറയാനില്ല. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം. എന്നാലാണ് നമ്മുടെ നെയ്യിൻ്റെ ഫ്ലേവറും നമ്മളുടെ ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ അടിയിലുള്ള നമ്മുടെ മസാലയുടെ ഫ്ലേവറും ഒക്കെ ഈ ഒരു റൈസിലോട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം അതൊരു വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റാൻ പോവുകയാണ്. ഇത് കണ്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ മറിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈസിന് ആ ഒരു മീനിൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലോണം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇതാ നമ്മൾ നേരത്തെ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് തന്നെ റൈസ് മാറ്റുകയാണ്. ഇതാ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മളുടെ ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് റൈസ് ആയിരുന്നു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കാരണം നമ്മളുടെ അടിയിലെ ചോറും മുകളിലെ ചോറൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒരു സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മസാല കാണിക്കാം. ഇത് കണ്ടോ, നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അതവിടെ നിന്നോട്ടെ, അത് ആ ഫിഷിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതാ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും വായിൽ വെള്ളം ഊറുന്ന ഈ റെസിപ്പി തന്നെയാണ്. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കറിവേപ്പിലയോ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതൊക്കെ കഴിക്കുമ്പോഴും ടേസ്റ്റ്, ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, അതൊക്കെ കൂട്ടി തന്നെ ഈ ബിരിയാണി കഴിക്കണം. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ടും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.